നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. The Psalms which we read today is a very familiar portion to all of us. അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Let us read verse 8. Praise the Lord. Hallelujah. പോകേണ്ടുന്ന വഴി കാണിച്ചു തരും. I will show you the way in which you should go. ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. I will counsel you and watch over you. ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. I will watch over you and give you my counsel. അപ്പം ദൈവത്തിന്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കാനുണ്ട്. So the Holy Spirit have something to talk to us. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകത ഉപദേശിക്കും. What is peculiar or specialty of Holy Spirit is that Holy Spirit will counsel us. ഉപദേശിക്കുക മാത്രമല്ല, നടക്കേണ്ടുന്ന വഴിയെന്ന് പറയുമ്പോൾ നടക്കരുതാത്ത വഴിയുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം നല്ലതായിട്ട് തോന്നും, എന്നാൽ ആദ്യങ്ങൾ തന്നെ അവസാനം അറിയുന്ന പരിശുദ്ധാത്മാവ് നല്ലത്, തികവുള്ളത്, ദൈവ പ്രകാരമുള്ളത് ഉപദേശിക്കുക മാത്രമല്ല, ഉപദേശിച്ചിട്ട് കാണിച്ചു തരും. Holy Spirit will not just instruct us and counsel us. Holy Spirit will also tell us the ways in which we should not go. Things may seem right in our own eyes, but the Holy Spirit, who knows the beginning and end, will show us the way, instruct us and show us the way. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നമുക്ക് വഴി കാട്ടുന്ന, നമ്മളെ ഉപദേശിക്കുന്ന, നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു നല്ല കാര്യസ്ഥൻ നമ്മോട് കൂടെ ഇരിക്കുന്നത്. The biggest blessing that we have in our life is that we have a counselor with us, that is Holy Spirit, who will instruct us, advise us and show us the way in which we should go. സുവിശേഷങ്ങൾ പറയുന്നു, വിശാലതയുള്ള വഴിയുണ്ട്, ഇടുക്കമുള്ള വഴിയുണ്ട്. The Gospels talk about the wide paths or the broad ways that we have, as well as the narrow path that is available for us. മാനുഷികമായി എല്ലാവരും തെരഞ്ഞെടുക്കുന്നത് ഈ വിശാലതയുള്ള വഴിയാണ്. Through human intelligence or in our human mind, usually people choose are the ways that are more broader. Praise the Lord. നമ്മുടെ ഇഷ്ടങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടേതായ സ്വപ്നങ്ങൾക്കും അനുസരിച്ചുള്ള വഴിയാണെങ്കിൽ നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആണ് ആ വഴിയിലൂടെ യാത്ര ചെയ്യാൻ. We tend to choose the ways that are more aligned to our desires and needs and our aspirations, and we might feel more comfortable in choosing those ways. എന്നാൽ വചനം പറയുന്നു ഇതിന്റെ അവസാനം നാശമാണ്. But the word of God says that the end of it is destruction. അതുകൊണ്ട് നമ്മൾ നല്ലതൊക്കെ അനുഭവിച്ച ഈ ഭൂമിയിൽ രസിച്ച് സന്തോഷിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തി അവസാനം നശിക്കാതെ ഉള്ള സമയം ആത്മാവ് നൽകി തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യതയിൽ എത്തണമെന്ന് പരിശുദ്ധാത്മാവിന് നിർബന്ധമുള്ളത് കൊണ്ട് എല്ലാ വഴിയിലും നടത്താതെ നടക്കേണ്ടുന്ന വഴിയിൽ ദൈവത്തിന്റെ ആത്മാവ് നടത്തും. So instead of enjoying the life here and having all those things that we desire and we thought of and all those pleasures and blessing in life, and after having all those things, instead of having been perished, instead of that, what Holy Spirit desires is that even if you do not get many of those things, you might have to choose a narrow path, but your life will be saved. You will enter the eternity with God. അതുകൊണ്ട് യൗവനക്കാരെ, ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. So I encourage all the children and youngsters that you should meditate this word of God every single day. ഒന്ന് ഒരുമിച്ച് ആ വചനം ഒന്നുകൂടെ വായിക്കാമോ? 8-ാമത്തെ വാക്യം. Let us read this verse 8 together. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന. ഇന്ന് പലത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്.
How many of you desire this? ഹൃദയത്തിന് ആഴത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ കൊതിക്കുന്നവര് മാത്രം ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച്. All those who desire this from the depth of your heart, from the bottom of your heart, please pray this. അല്പയായുസിൽ എല്ലാ വഴിയിലൂടെ നടക്കാതെ നടക്കേണ്ടുന്ന വഴി പരിശുദ്ധാത്മാ ഒന്നുകൂടെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. Pray that, Lord, in this short lifespan, let me not walk in all the ways that are in front of me. Show me the right way in which I should go. തിരുഹിതമല്ലാത്ത ഒരു വഴി ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാവെ ദൃഷ്ടി വെച്ച് എനിക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ, എനിക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അത് വെളിപ്പെടുത്തി തന്ന് ആ ചൊവ്വയുള്ള വഴിയിൽ എന്നെ നടത്തണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Lord, if I have walked in any of the ways that are not according to your will, Father, please look over me, watch over me, and instruct me, and correct me, and show me the right path. Amen. Praise the Lord. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം നാം ക്രിസ്തുവിനുള്ളവർ എന്നുള്ള വിഷയമാണ്. For a couple of weeks we have been meditating on this topic that we belong to Christ. എത്ര പേർക്ക് അത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. I'm not sure how many of you are able to understand the depth of this. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത് സ്തോത്രം ഹല്ലേലൂയ, നാം നമ്മുടെ ജഡത്തിന്റെ പ്രവർത്തികൾ ആത്മാവിനാൽ മരിപ്പിക്കണം എന്നുള്ള വിഷയമാണ് പറഞ്ഞു നിർത്തിയത്. Last week where we ended, where we spoke, is that we have to kill the deeds of our flesh with the spirit. കാരണം ഗലാത്യർ 5:24 പറയുന്നു, ക്രിസ്തുവേശുള്ളവർ ജഡത്തിനെതിരെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനുള്ളവർ ദൈവത്തെ അനുഗമിക്കുന്ന, കർത്താവിനെ പിൻപറ്റുന്നവരുടെ ഒരു പ്രത്യേകതയാണ് ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികൾ മരിക്കണം. In Galatians chapter 5 verse 24, it says that those who belong to Christ have crucified the flesh with all the affections and lust. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആത്മാവിനെ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇത് പ്രാർത്ഥിച്ച് ഇംപ്ലിമെന്റ് ചെയ്യണം. കർത്താവേ, എനിക്ക് ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ ദൈവാത്മാവ് എന്റെ ജഡത്തിന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ മരിപ്പിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നാം പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. And we prayed that last week we prayed that although I have many desires, although I have many wants in my life, God, please kill all those affections, all those desires of my flesh with the spirit, so that I can lead a life that is holy and pleasing in your sight. കാരണം വചനം പറയുന്നു, ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല ഈ ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവർക്ക്. The word of God says that those who continue in these deeds of flesh will not be able to inherit the kingdom of God. നാം ബലഹീനരാണ്, കുറവുള്ളവരാണ്, പോരായ്മയുള്ളവരാണ്, എന്നാൽ നമ്മളെ വിശുദ്ധീകരിക്കാനാണ് സഹായകനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. We are people who have weaknesses in our life, but remember that God has given Holy Spirit to us so that Holy Spirit can help us and counsel us and lead us in the right path. കാരണം ഒരു ശത്രു എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. Because there is always an enemy watching us. പാപത്തിന്റെ ആഗ്രഹം നമ്മളോട് കൂടെയാണ്. There is always these desires of sin coming with us. ആമേൻ. സ്തോത്രം. അത് നമ്മൾ അവസരം നോക്കി നടക്കുകയാണ്. And it is prowling around us looking for opportunities. അത് നമ്മളെ ചതിക്കുവാനിടയായി തീരും. And it will try to deceive you. നമ്മളെ കൊല്ലുവാനിടയായി തീരും. It will try to kill you. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാനിടയായി തീരും. It will separate you from the presence of God. ഇത് വരാതിരിക്കാനാണ് നമ്മൾ ഈ ദൂതുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. For these things not to happen in your life, we are encouraging you with this word of God. ഗലാത്യ ലേഖനം 5:16 വായിച്ചാട്ടെ. Galatians chapter 5 verse 16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. The word of God says, walk in the spirit or obey the Holy Spirit, so that you will not fulfill the wishes of your flesh. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചു, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. Last week we meditated through the spirit we have to kill the deeds of the flesh. ഇനിയും ജഡത്തിന്റെ പ്രവർത്തികൾ എന്തൊക്കെ? What are the deeds of the flesh? ഗലാത്യ ലേഖനം 5-ാം അധ്യായം. Galatians chapter 5.
ശ്രദ്ധിച്ച, ഇതാണ് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ വിഷയം. അവൻ എന്തുകൊണ്ടാണ് ഈ ദൂതൊക്കെ പറയുന്നത് ചോദിച്ചാൽ, അവൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് അനുഗ്രഹമോ വിടുതലോ ഉയർച്ച കിട്ടുന്നതല്ല. കർത്താവ് വന്നാൽ നിത്യത നഷ്ടപ്പെടരുത്, ആരും പുറത്തു പോകരുത്, വല്ലവിധനെ അകത്തു കയറണം. അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെടേണ്ട പോലെ വിശുദ്ധീകരിക്കപ്പെട്ടാലേ നമുക്ക് പറന്നു പോകാനായിട്ട് കഴിയത്തുള്ളൂ. As you read in Galatians chapter 5, verse 19 and 20, those who do these things, they will not inherit the kingdom of heaven. They will not enter the kingdom. That is why we are sharing all these verses, all this word of God, because we do not want anyone to perish. We do not want anyone to just enjoy the life and have the blessings in this world and then perish. We want all of you to inherit the kingdom of God. നമ്മൾ പലപ്പോഴും പറയും സോ കോൾഡ് പാവങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ അകത്ത് വേറെ കുറച്ച് ലിസ്റ്റുണ്ട്, നമുക്ക് പറ്റിയ കുറേ ലിസ്റ്റുണ്ട്. സ്തോത്രം. അതിൻ്റെ അകത്ത് പിണക്കം, പക, പിണക്കം, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മതിയല്ലോ അല്ലേ? അപ്പം ഇതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിലും അതിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ജഡത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് അസൂയയ്ക്കായി കാക്ഷിക്കുവോ? പരിശുദ്ധാത്മാവ് ആരോടെല്ലാം പിണങ്ങിയിരിക്കുവോ? പിണങ്ങോ? പരിശുദ്ധാത്മാവ് ആരോടെല്ലാം മിണ്ടാതിരിക്കുവോ? വാശി കാണിക്കുവോ? വൈരാഗ്യം കാണിക്കുവോ? ദൈവത്തിൻ്റെ ആത്മാവിന് ഒരിക്കലും അങ്ങനെ ഇടപെടാനായിട്ട് പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ എന്താണ്? തമ്മിൽ ഭിന്നതയുണ്ടെങ്കിൽ, തമ്മിൽ പിണക്കമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ജഡത്തിൻ്റെ പ്രവർത്തികൾ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? ഒരു വശത്ത് അഭിഷേകവും അന്യഭാഷയും ശുശ്രൂഷകളൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം ദൈവരാജ്യത്തിൽ കയറ്റിവിടാത്ത ഐറ്റം കൊണ്ട് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ ഇത് മുഴുവൻ ശരിയാകാനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തതയോട് പറഞ്ഞു, ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഈ വകുപ്പുണ്ടെങ്കിൽ ദൈവരാജ്യത്തിലോട്ട്. Many a times we think that I am not committing any sin, I am leading a holy life. But watch out for these things that are written here. There are things that are applicable like hatred, discord, jealousy, fits of rage, selfish ambition. All these things are, if these things are in our life, if we have discord, if we have envy, if we have selfish ambition, then it indicates that we have deeds of flesh, and Holy Spirit will not envy. Holy Spirit will not lead to discord. Holy Spirit will not lead to jealousy. Holy Spirit will not lead to hatred. It is not the work of Holy Spirit, but it is a work of your flesh. And if we have any of these things, it is certain that we will not enter the kingdom of heaven. Praise the Lord. നിങ്ങൾ വിചാരിക്കും ചൂടത്ത് എങ്ങനെയും ഒരു ദൂതൊക്കെ കേട്ടെന്ന് ആത്മാവിൽ ബലപ്പെടാൻ വന്നപ്പോൾ ഈ പുള്ളി പിന്നെ ഇത് തന്നെയാണോ പറയുന്നത്? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഓർത്തോണം, നിങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇപ്പം ഇന്ന് വീണ്ടും ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അവിടെ ശ്രദ്ധിച്ചേ. സ്തോത്രം. ദൈവരാജ്യത്തിന് പുറത്ത് നിൽക്കണോ അകത്ത് നിൽക്കണോ? Do you want to stay within the kingdom of God or outside the kingdom of God? കർത്താവ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം? അതിനൊരു കോംപ്രമൈസും ഇല്ല. ഇനി ക്ഷമിച്ചാലും കൊള്ളാം, ക്ഷമിച്ചില്ലേലും കൊള്ളാം. കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവർക്കും പോകണം. സ്തോത്രം. അതുകൊണ്ട് വലിയ താമസമൊന്നുമില്ല. കർത്താവ് എന്ത് ചെയ്യും? വരുമ്പം അവിടെ ചെല്ലുമ്പോൾ MBCക്കാരെല്ലാം ഇതുപോലെ ഇരിക്കുന്ന കണ്ട എന്തൊരു സന്തോഷമായിരിക്കും. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. നമ്മളാൾക്കാരെല്ലാം ഇതുപോലെ ഒരു ബാച്ച് അവിടെ ചെന്ന് ആരെങ്കിലും മിസ്സായിട്ടുണ്ട്, ഇതുപോലെ വേദനയുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും ഇതുപോലെ വിശുദ്ധി തികച്ച് തേജസ് പ്രാപിച്ച് അവനോട് അനുരൂപപ്പെട്ട് അനേക വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ദൈവസഭയിലുള്ള സകല നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ, നമ്മളെ വിട്ടുപോയ വിശുദ്ധന്മാർ എല്ലാവരും ഒരുപോലെ ആ കർത്താവിനെ മുഖാമുഖം കണ്ട് ആരാധിക്കണം എന്നുള്ള ഒരു വെളുപ്പുള്ളത് കൊണ്ടാണ് ഈ ദൂത് ദൈവസഭയ്ക്ക് കൈമാറുന്നത്. All of us want to enter the kingdom of heaven. All of us want to be taken when the Lord comes. How beautiful it is. Imagine that the whole MPC, whole church, whole fellowship is with the Lord when we enter eternity. If one of
one of these are missing, one among us is missing, how painful it will be. That is why we are encouraging through these words. We are giving counsel and advice from the word of God, that we will be corrected and we will align our life according to the will of God, and we assure our eternity, so that we will be reaching eternity, we will be worshiping together, we will be praising God, and how beautiful it is that we will be sanctified completely in our life and glorified and be in the presence of God. അപ്പോൾ ശ്രദ്ധിച്ച്, പിണക്കമായിക്കോട്ടെ, ദ്വന്ദ്വപക്ഷം ആയിക്കോട്ടെ, അസൂയ ആയിക്കോട്ടെ, ഇതൊന്നും ഞാൻ ശ്രമിച്ചാൽ പോകുന്നതല്ല. ദൈവത്തിന് ആത്മാവിനാൽ ഇവയെല്ലാം മരിപ്പിക്കണം. മനസ്സിലായോ? അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അന്യഭാഷ പറയാൻ മാത്രമല്ല, ആരാധിക്കാൻ മാത്രമല്ല, ശുശ്രൂഷിക്കാൻ മാത്രമല്ല, ജീവിതത്തിന്റെ പ്രവൃത്തി മേഖലകളിൽ എവിടെയെങ്കിലും ദൈവാത്മാവ് ദുഃഖിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ ആക്റ്റീവായിട്ട് നിൽപ്പുണ്ടെങ്കിൽ അതിനെ ആത്മാവിനാൽ കീഴടക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയത്തില്ല. The hatred, the discord, the jealousy, the factions that people have in their mind, it is not easy to get rid of these things. It's almost impossible to get rid of these things with our effort. Without the help of Holy Spirit, we will not be able to overcome this. So it is that we should kill these things with the power of Holy Spirit. With the Spirit, we should kill these things and take victory over these. ഇപ്പോൾ നമ്മൾ വായിച്ചത് ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കൽ. 5:16 ഗലാത്യ ലേഖനം. In Galatians chapter 5 verse 16. അപ്പോൾ 2-3 കാര്യങ്ങൾ ചെയ്യണം. കഴിഞ്ഞ ആഴ്ചയായിരുന്നു നൽകി തന്നത്. ആത്മാവിനെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. പ്രത്യേകിച്ച് മരിപ്പിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, ആത്മാവിനെ അനുസരിച്ച് എന്ത് ചെയ്യണം? നടക്കുക. ഈ 2 കാര്യം നിങ്ങൾ പേഴ്സണൽ പ്രയറിൽ എന്ത് ചെയ്യണം? നമ്മൾ സഭായത്തിന് വന്ന് പ്രാർത്ഥികർത്താവ് ജഡത്തിൻ്റെ പ്രവർത്തികളെല്ലാം, ഇത് സഭയല്ല, അവനവൻ എന്ത് ചെയ്യണം? മരിപ്പിക്കണം. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു ഹോംവർക്കാണ്, എക്സസൈസാണ്. ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. There are 2 things that we need to pray in our personal prayer life. One thing is to kill the deeds of flesh by the Spirit. The other one is to obey the Holy Spirit and live by the Spirit. We pray that God, please help me get rid of these sins. But we have to kill these deeds in our life. With the help of Holy Spirit, we have to kill these things, one thing. And the other is live by the Holy Spirit, walk by the Holy Spirit, obey the Holy Spirit. Pray that God, I'll be able to do these things. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന കൂടെ ആത്മാവ് വരുമെന്നാണ്. We have a misunderstanding that when Holy Spirit comes, Holy Spirit will come along with me wherever I go. അല്ല, ആത്മാവ് വന്നിട്ട് ആത്മാവ് അനുസരിക്കുന്ന പോലെ നമ്മളെ നയിക്കാനാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. It is not so. Holy Spirit comes to us in such a way that Holy Spirit will be able to lead us in the way we should go according to God's will. എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന്? How many of you are certain that I have Holy Spirit within me? അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിക്കണം. So the next step is to obey the Holy Spirit. അപ്പോൾ ആത്മാവിനെ അനുസരിക്കുന്ന പറഞ്ഞാൽ എന്തൊക്കെ ആത്മാവ് പറയും. So when we say obey the Holy Spirit, let us think of what all things Holy Spirit will say. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചെന്താണ്? പോകേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ദൃഷ്ടി വെച്ച് നിനക്ക്. അപ്പോൾ പരിശുദ്ധാത്മാവ് സൈലന്റ് ആയിട്ടിരിക്കുന്ന, സംസാരിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓരോ ദിവസവും നിന്നെ ഉപദേശിച്ച് നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. സമയാസമയങ്ങളിൽ ആത്മാവ് നിന്നോട് സംസാരിക്കും. നിന്റെ ബുദ്ധിയോട്, നിന്റെ ജഡത്തോട്, നിന്റെ ആത്മാവോട് സംസാരിക്കും. അത് ദൈവാത്മാവിന്റെ നിയോഗത്തെ, അത് ആത്മാവ് ഇടപെടുന്നത് തിരിച്ചറിയുമ്പോൾ, അതിനെ അനുസരിക്കുമ്പോഴാണ് അതിന്റെ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. Holy Spirit is not someone who stays silent in your life. Holy Spirit will instruct us, advise us, correct us, and show us the way we should go. And if we listen to the Holy Spirit, obey the Holy Spirit, and align our desires and align our life according to the will of God in the way we should go, that is the moment that God is pleased with our life. ഒരു പ്രശ്നമുണ്ട്. ഈ ആത്മാവ് എന്ത് പറഞ്ഞാലും നമ്മുടെ ജഡത്തിന്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരിക്കും പലപ്പോഴും പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. There is one problem that people generally face, is that when Holy Spirit speaks to them,
it is for sure it is against the desires of their flesh. കാരണം ദൈവത്തിന്റെ ആത്മാവ് വചനം വിട്ട് നിത്യത വിട്ട് വിശുദ്ധി വിട്ട് ഒരു ദൂത് ഒരു ഡയറക്ഷൻ നമുക്ക് തരത്തില്ല. Because the Holy Spirit will not give you a message that is away from, that is separate, that's away from eternity and holiness. Praise the Lord. അവൻ ശ്രദ്ധിച്ചാട്ട് ഈ പൗലോസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു അസയിലോട്ട് പോകാൻ അല്ലേ. അവൻ അവിടെ പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ സമ്മതിച്ചില്ല. അവൻ ബിഥൂനിയയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു, ആത്മാവ് വിട്ടില്ല. അപ്പം ദൈവാത്മാവ് വിലക്കും, ദൈവാത്മാവ് സമ്മതിക്കാതിരിക്കും, ദൈവാത്മാവ് നോ പറയും. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം നോ പറയുമ്പോൾ അമിസ്വത്രം അത് അനുസരിപ്പാൻ, ദൈവം വിലക്കുമ്പോൾ അത് കീഴടങ്ങുവാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. When Paul prayed to go to certain places, Holy Spirit did not allow him to go. Holy Spirit declined it. And when we want to do certain things and Holy Spirit did not allow us, we have to obey. We have to surrender before the Holy Spirit and then align our desires and life according to him. അവൻ ആ വാക്യം ഒന്ന് എടുത്ത് കെട്ടിയവർക്കൊന്ന് വായിക്കാവോ? പരിശുദ്ധാത്മാവ് വിലക്കിയത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം Acts chapter 16, 6-ാമത്തെ വാക്യം വായിച്ചു. verse 6. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. ശ്രദ്ധിച്ച എല്ലാരും കേൾക്കണേ, ഞാൻ പെട്ടെന്ന് നിർത്താം. അവൻ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയാ വിലക്കിയത്? പാപം ചെയ്യാനോ അല്ലെങ്കിൽ ദ്രോഹം ചെയ്യാനോ അല്ല, പിന്നെ പ്രസംഗിക്കാൻ പോയതാ, ശുശ്രൂഷിക്കാൻ പോയതാ. പക്ഷേ ദൈവത്തിന് റൈറ്റ് ടൈം അല്ലാത്തത് കൊണ്ട്, ദൈവത്തിന് അന്നേരം ആവശ്യമല്ലാത്തത് കൊണ്ട് പൗലോസ് ചെന്നാൽ വിടുതല, പൗലോസ് പ്രസംഗിച്ചാൽ ആത്മാക്കൾ വിടുവിക്കപ്പെടും, രോഗികൾ സൗഖ്യമാകും. പക്ഷെങ്കിൽ അത് ദൈവത്തിന് അപ്പോയിന്റഡ് ടൈം അല്ലാത്തത് കൊണ്ട് ആത്മാവ് നോ പറഞ്ഞു, ശുശ്രൂഷയെ വിലക്കി. ദൈവത്തിന്റെ ആത്മാവ് ചില സമയത്ത് വിലക്കും. We can see that Holy Spirit forbid Paul. Holy Spirit kept Paul from leaving to those places. It is understood that if Paul goes, there will be deliverances happening, there will be healing happening, there will be miracles happening, people will be saved, lot of things will happen. There is ministry, there is calling, everything is clear, but there is a timing. If it is not God's appointed time to do it, then Holy Spirit will forbid us from doing that. So now, we should surrender before God and obey when Holy Spirit forbids us. ഞാൻ പലപ്പോഴും ഭാഗം വായിച്ചിട്ട് അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. Many a times when I read this portion, I was amazed, I was shocked to see what has happened. നമുക്ക് നല്ലതെന്ന് തോന്നുന്നതെല്ലാം ദൈവഹിതമാകണമെന്നില്ല. Whatever we think is right in our life may not be the will of God. വളരെ ശ്രദ്ധിക്കണമേ, വളരെ ശ്രദ്ധിക്കണമേ. നല്ല കാര്യം, നല്ലത്, ദൈവിക വിഷയം, ആത്മീക വിഷയമാണെങ്കിൽ പോലും വ്യക്തമായ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഇല്ലാതെ ഒരു ചുവട് വെക്കരുത്. ആത്മാവ് വിലക്കുന്നെങ്കിൽ മാറി നിൽക്കണം. ആദ്യം തന്നെ അവസാനം അറിയുന്നത് പരിശുദ്ധാത്മാവാകയാൽ ദൈവം വിലക്കിയെങ്കിൽ അത് എന്തോ നന്മയുണ്ട്, എന്തോ അനുഗ്രഹമുണ്ട്. നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് ചിലത് വിലക്കുന്നത്. Listen to me very carefully. Many things may seem right in our eyes. Even certain steps in our spiritual life, in our ministry may seem right in our eyes. But if Holy Spirit is not guiding us, if we do not have the guidance of Holy Spirit, please do not take those steps. Even in your ministry, please do not take those steps. All the spiritual steps, please do not go for that. Even if you know you can do a lot of things, you have to wait for the guidance of Holy Spirit. Receive it. And if God forbids you, please do not do that. നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾക്ക്. നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാം അങ്ങ് ദൈവഹിതം അല്ലാത്തതിനെ പോലും നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവഹിതം അല്ലേ എല്ലാം എന്താകും? കാരണം എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെ ഇങ്ങനെ പറയും, ദൈവാത്മാവിനോട് പറഞ്ഞു പോകാൻ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു?
We have a nature that even when we know this is not the will of God, we sit, pray, fast, and make it the will of God. We force God to approve it and make it the will of God. So instead of that, when God says this is forbidden, don't do it, let us obey it and say that അപ്പോൾ no, ശ്രദ്ധിച്ചേ, I will not. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. So listen carefully, obey the Holy അപ്പോൾ Spirit. ആത്മാവ് വിലക്കുമ്പോൾ ഇതെന്നെ പണിയെ കാണിക്കുന്നത്. ഇത്രയും നല്ല കാര്യത്തിന് പരിശുദ്ധാത്മാവ് പറയും ഈ പുള്ളിയോടൊന്നും പോകണം, നമുക്ക് വേറൊരാളെ വിളിച്ചെന്ത് ചെയ്യാം, പ്രാർത്ഥിച്ച് ഒരു ദൂത് കൊടുക്കാന്ന് പറയും. ആ പുള്ളി പറയും ദൈവം ഒരുക്കിയ ഇതിലെ കൂടെ നീ അങ്ങ് നടന്നാൽ മതി, ദൈവം നിനക്ക് കണ്ടതാണ്. നിന്റെ ശുശ്രൂഷയെ ബന്ധിക്കുന്ന ഒരു പോരാട്ടം സഭയ്ക്കകത്ത്. അതുകൊണ്ട് എത്രയും വേഗം അവിടെ നിന്ന് ഒഴിഞ്ഞെന്ത് ചെയ്യണം, ഈ വഴിയിൽ കൂടെ പൊക്കോന്ന് പറഞ്ഞ അടുത്ത ദൂത് എന്ത് ചെയ്യും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, കർത്താവേ പരിശുദ്ധാത്മാവ് വിലക്കുന്നതിനെ സെൻസ് ചെയ്യാൻ, പരിശുദ്ധാത്മാവ് നോ പറയുന്നതിനെ തിരിച്ചറിയാൻ കർത്താവ് കൃപ പകരണം. അത് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് എത്ര നല്ലതാണെങ്കിലും, അത് എത്ര ലാഭമുള്ളതാണെങ്കിലും, അത് എത്ര മാന്യത തരുന്നതാണെങ്കിലും, ആത്മാവ് വിലക്കുന്നതിനെ അനുസരിപ്പാൻ ഒരു ദൈവകൃപ വേണമെന്ന് ഇപ്പോഴേ ശക്തമായി പ്രാർത്ഥിച്ചോണം. When Holy Spirit forbids certain things in our life, when we take certain initiatives, Holy Spirit is forbidding and saying that don't do it, then we are shocked at times, saying that why? It doesn't make any sense. I have skills, I have talent, I can do a lot of things. Why, God, I am not allowed to do this? And we question that, and we go to some other places where they will give opportunities because of looking at these talent set. They will give opportunities, and the Satan is there to deceive us, showing that this is the way you can use all these talents right now. Remember, it is not God's appointed time for you, but still the deceiver will tell you, you have ways open in front of you, you can be useful. But remember, when Holy Spirit forbids you, please surrender before the Holy Spirit. Please submit yourself before the Holy Spirit so that you will be able to do the ministry according to His will, according to His purpose on His right appointed time. ആരും ധൃതി വെക്കരുത്. Do not rush. വെയിറ്റ് ചെയ്യ്. Please wait. ശാന്തമായി ദൈവാത്മാവിന് വിട്ടുകൊടുക്കുക. Peacefully leave it to നിങ്ങളൊരു God. ശുശ്രൂഷയുണ്ടെങ്കിൽ ഒരു പാസ്റ്റർക്ക് ഒരു സഭയ്ക്കും നിങ്ങളെ ബന്ധിക്കാൻ ഒതുക്കാൻ കഴിയത്തില്ല. ഇത് ദൈവം ഏൽപ്പിച്ചതാണെങ്കിൽ, പരിശുദ്ധാത്മ പകർന്നതാണെങ്കിൽ ആത്മാവ് പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് ഒരു തീരുമാനം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ എടുക്കരുത്. പോകേണ്ടുന്ന വഴി ദൃഷ്ടി വെച്ചാലോന പറഞ്ഞു തരാൻ ദൈവം ശക്തനാകയാൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പി. My dear children, if you have a calling, if you have a ministry, if God has purposed this in your life, it will happen for sure. No pastor can stop it, no leader can stop it, no elder can stop it, no church can stop it, no one can block it. Hallelujah. But if Holy Spirit forbids you, saying that this is not the time, you have to wait, you have to leave it to God, be patient, then obey the Holy Spirit and surrender before the God for this preparation. And then if you wait upon the Lord, God will use you in mighty ways in His rightly appointed time. പൗലോസിനെ അസ്സയിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചു. പക്ഷെ അന്നേരം അല്ലായിരുന്നു. ആത്മാവിന് കീഴ്പ്പെട്ടപ്പോൾ, ആത്മാവിനെ അനുസരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിനെ വിലക്കിയപ്പോൾ, അത് സമ്മതിച്ചപ്പോൾ പിന്നത്തേത് വളരെ ശക്തമായി ദൈവാത്മാവ് ഉപയോഗിക്കാനിടയായി തീർന്നു. Paulus was used in mighty ways in Asa, but when Holy Spirit forbid him, he agreed with that and he stayed away. He held himself back and he agreed with Holy Spirit and obeyed Holy Spirit, did not continue with that journey, did not continue with that ministry. And you see that God used him even mightier ways at later point of time. ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് ബിഥുന്യയ്ക്ക് പോകുവാനായിട്ട് ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ഇതാണ് ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കാന്ന് പറഞ്ഞാൽ നമ്മളെ സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാമെങ്കിൽ, ഒരു തീരുമാനം എടുക്കും, ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ, ഒരു വ്യക്തി വന്ന് നിങ്ങളോട് പറയുന്നത് പോലെ സ്തോത്രം, പരിശുദ്ധാത്മാവ് സമ്മതിക്കുന്നില്ല. ഒരാളല്ല, അവർ ഒരുമിച്ച് ബിഥുനിയയിലേക്ക് തീരുമാനിച്ചപ്പോൾ ആത്മാവ് ഇറങ്ങി വന്ന് ശക്തമായിട്ട് പറഞ്ഞു, പോകരുത്. നമ്മളെ തടയത്തിൽ ഒരാൾ വരും, തടഞ്ഞു നിർത്തുന്നത് പോലെ ദൈവാത്മാവ് തടയുകയാണ്, സമ്മതിക്കുന്നില്ല പോകാൻ.
You can see that for Paul, they tried to enter Bithynia, but the Spirit of Jesus would not allow them. That is how, even if you wanted to do certain things for God, for the kingdom, for the ministry, even if you wanted to be engaged in certain things, there are at times Holy Spirit will forbid you. Holy Spirit will not allow you. Holy Spirit will stop you. And if you obey that, that is how Holy Spirit forbids us. അപ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണേ. ആത്മാവ് വിലക്കും, ആത്മാവ് ചില കാര്യം സമ്മതിക്കത്തില്ല. There are two things. Holy Spirit will forbid and Holy Spirit will not allow certain things. സമ്മതിക്കാവോ? അങ്ങനെ ദൈവാത്മാവ് ഇടപെടുമ്പോൾ സമ്മതിക്കാവോ? When Holy Spirit is talking to you in such sensitive way, are you able to agree with that? ദൈവാത്മാവ് അധികം സ്നേഹിക്കുന്നത് കൊണ്ടാ ചിലത് വിലക്കുന്നത് കേട്ടോ. It is because God allows you even more that He is forbidding certain things in your life. വലിയ പദ്ധതിയുള്ളത് കൊണ്ടാ ചിലത് സമ്മതിക്കാതെ ആത്മാ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദൈവത്തിന് വലിയ പദ്ധതി നിന്റെ മേൽ ഉള്ളത് കൊണ്ട് സമയം തെറ്റിയതല്ല, കാലഘട്ടം മാറിയതല്ല, ദൈവം നിന്നെ മറന്നതല്ല, ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല. അധികം ശക്തിയോടെ ദൈവത്തിന് നിന്നെ ഉപയോഗിപ്പാൻ അവൻ നിന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. It is because God has greater purpose with your life. It is because God have a greater mission for you. That is why Holy Spirit is forbidding you at this instance. Holy Spirit is not allowing you to do it right now, because at a later point of time you will be used in a mightier way with a greater purpose. ഒരു കാര്യം കൂടെ ഒരു ദൂതനെ പറയാനുണ്ട്. ദൈവം തടയുന്നതിന്, ദൈവം വിലക്കുന്നതിന് നീ മറന്നു പോകരുത്. അതിനപ്പുറത്തോട്ട് പോയാൽ അത് നിനക്ക് വില കൊടുക്കേണ്ടി വരും, അത് നിനക്ക് കെണിയായി വരും, അത് നിനക്ക് കുരുക്കായി വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവിൽ നിന്നെ വഴി തടയുമ്പോൾ, നിന്റെ അകത്ത് വിലക്ക് തരുമ്പോൾ, നീ ആത്മാവിനെ അനുസരിച്ചാൽ അത് നിനക്കൊരു അനുഗ്രഹമാണ്, നിനക്കതൊരു മാന്യതയാണെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. When Holy Spirit forbids you from certain things, Holy Spirit forbids you from certain initiatives in your life, please do not deny it. If you deny it, there will be consequences. It will not be good in our life. So when Holy Spirit is forbidding and not allowing certain things in our life, leave it to Him, leave it to Holy Spirit. At a later point of time, it will eventually turn out to be a blessing for you, so that you will be used in mightier ways for God's mission. കർത്താവിനെ മാത്രമേ നമ്മുടെ നാളെ കാണാൻ അറിയത്തുള്ളൂ. Only God can see our future. നമ്മുടെ ഭാവിയെ കർത്താവിനെ മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. Only He knows what is our future. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമുക്ക് താൽക്കാലികമായ ചില സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചില തീരുമാനമെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വിലക്കുന്നത് അതിലും മാന്യതയുള്ള ശ്രേഷ്ഠതയുള്ളത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ശ്രദ്ധിച്ച് അവിടെ കാണാൻ കഴിയുന്നത് ഈ രണ്ട് കാര്യം ദൈവം വിലക്കി, ദൈവം സമ്മതിച്ചില്ല. അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഫിലിപ്പിയിൽ ഒരു സഭ ഉടലെടുപ്പായിടയായി തീർന്നു. When God forbids certain things, when God does not allow certain things in our life, we may not understand why this is happening. For temporary purposes or temporary initiatives that can be successful in our life. But God is saying, no, don't go for that. When God says that, we should approve, we should agree with that. And you see what happens here in the Acts. When God forbid and God did not allow, you can see at a later point of time in Philippians, an entire church was established just because of that. Praise the Lord. ലുദിയാടെ വീട്ടിലൊരു സഭ. There was a church that was started. ജയിലിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. There's a house church that was begun. There is presence of God coming down into the prison. ഒറ്റ രാത്രി കാരാഗൃഹപ്രമാണി കുടുംബം സ്ഥാനമേൽക്കുന്നു. The jailer and the family was saved in a single night. നമ്മൾക്കൊക്കെ ഇന്നും ആവേശമായി തോന്നുന്ന ഒരു മെസ്സേജാണ്. അമിസ്വരം പ്രാർത്ഥിച്ചപ്പോൾ, അവർ പാടി സ്തുതിച്ചപ്പോൾ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി അല്ലേ, തമ്മിൽ വാതിലുകൾ തുറന്നു. ഇതിന്റെ എല്ലാം കാരണം എന്തറിയാമോ? ആത്മാവ് വിലക്കിയതനുസരിച്ചപ്പോൾ, ആത്മാവ് സമ്മതിക്കാത്തപ്പോൾ, അതിന് കീഴടങ്ങിയപ്പോൾ സംഭവിച്ച വിടുതലാണ്. അത് ദേശം അനുഭവിച്ചു, അനേക കുടുംബങ്ങൾ അനുഭവിച്ചു. ആമിസ ഇന്നും ദൈവത്തിന്
മഹത്വമാകത്തക്ക രീതിയിൽ സംഭവിച്ചത് പരിശുദ്ധാത്മാവ് നോ പറഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് അരുത് എന്ന് പറഞ്ഞപ്പോൾ അതനുസരിക്കാൻ മനസ്സ് കാണിച്ചതാണ് ഒരു ദേശം, ഒരു പട്ടണത്തിന് വിടുതലായി മാറിയത്. You know what happened when it is quite encouraging to all of us that when they prayed, when they worshiped together, the chains were broken, the doors were opened, the foundations of the prison was shaken. You can see the house church was started. Many people came into Christ. The whole city came into the Christ. Why this happened? This happened. The room for this to happen was available only because they obeyed Holy Spirit when Holy Spirit forbid them to go. When Holy Spirit did not allow them, they waited patiently. And if we do that, likewise God will be able to use it in mighty ways at later point of time. അതുകൊണ്ട് എവിടെയെങ്കിലും ആത്മാവ് വിലക്കുമ്പോൾ സമ്മതിക്കരുത്. ഓർത്തോണം, എന്തോ ഞാൻ പ്രതീക്ഷിക്കാത്ത, എൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത എന്തോ ഒരു നന്മ, ഒരു വിടുതൽ കർത്താവല്ലേ വിലക്കിയത്, പരിശുദ്ധാത്മാവല്ലേ വേണ്ടെന്ന് പറഞ്ഞ് അത് എന്തെങ്കിലും കണ്ടിട്ടേ പറയത്തുള്ളൂ. നമ്മുടെ സമയം കളയാനല്ല, നമ്മളെ താഴ്ത്താനല്ല, എന്തോ ഉന്നതമായത് കണ്ടിട്ട് ദൈവത്തിൽ സ്റ്റോപ്പ് ചെയ്യത്തുള്ളത് കൊണ്ട് ഇന്ന് മുതൽ ശക്തമായി പ്രാർത്ഥിക്കണം. കർത്താവേ, ദൈവാത്മാവിന്റെ വിലക്കുകൾ, ദൈവാത്മാവ് നോ പറയുമ്പോൾ അതൂടെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിപ്പാൻ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി ശക്തമായി സഭ പ്രാർത്ഥിക്കണം. When Holy Spirit says no in your life, when Holy Spirit forbids and do not allow certain things in your life, please understand that it means there is something else in store. God has a greater purpose for you in store. And when Holy Spirit is forbidding you, pray that God, please help me understand this. Please help me to surrender before the word of God and to be staying away from those initiatives so that I can be fruitful for you, I can be useful for you in mightier ways. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. ഒന്ന് യോഹന്നാൻ 2-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 John 2:27. ശ്രദ്ധിച്ച വാക്യം ഒന്ന് വായിക്കണേ. Let's read that carefully. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ, അതിനായിട്ടൊന്ന് സ്വത്രം പറഞ്ഞേ. The anointing that you have received from him is abiding in you. നമ്മൾ പ്രാപിച്ച ആത്മാവ് പോയോ? The anointing we received, did we lose it? രണ്ടുപേർക്ക് സംശയമുള്ള പോലെ തോന്നുന്നുണ്ട്. പോയോ? ഉണ്ടെന്നുള്ള ഉറപ്പുള്ളവർ മാത്രം കര ഉയർത്തി കർത്താൻ മാത്രം. All those who have certain that the anointing that we received is still with us, please raise a hallelujah. ആമേൻ. എന്നിട്ട് അടുത്ത് പറയുന്നത്, ആര് നിങ്ങളെ ഉപദേശിപ്പാൻ, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും. ഇവിടെയാണ് നമുക്ക് എവിടെ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. And it says that you need not have any man teach you because they have the same anointing. This is where we got twisted. നമ്മുടെ അകത്താത്മാവുണ്ട്, അഭിഷേകമുണ്ട്, പക്ഷെങ്കിൽ എവിടെയാ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഉപദേശിക്കുന്ന, വിലക്കുന്ന, സമ്മതിക്കാതെ, പോകാൻ അനുവദിക്കാതെ, കാണാൻ അനുവദിക്കാതെ, പറയാൻ അനുവദിക്കാതെ നിന്നെ ഉപദേശിക്കുന്ന ഈ ആത്മാവിന്റെ ഉപദേശം നിനക്ക് കേൾക്കുവാനോ കാണുവാനോ കേട്ടാലും കണ്ടാലോ അനുസരിക്കാൻ കഴിയാതെ നീ എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Although we have the same Holy Spirit and the same anointing, when we hear advices, when we hear instructions, and when we hear things that does not allow us, when we hear request declined or denied, we are not able to understand that we have a bondage within us that has blinded us from understanding the truth behind this forbidding of Holy Spirit. അഭിഷേകം ഉപദേശിക്കും. Listen carefully, the anointing, it will advise us. നമ്മൾ എന്ത് അഭിഷേകം കൊണ്ട് എന്ത് ആരാധിക്കും, അഭിഷേകത്തെ നമ്മൾ എന്ത് ചെയ്യും, ശുശ്രൂഷിക്കും, അഭിഷേകത്തെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ ഒരു കാരണവശാലും അഭിഷേകം ഉപദേശിക്കും നമുക്ക് കേൾക്കാൻ, അറിയാൻ,
മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആത്മജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഉപദേശിക്കുന്ന, കൗൺസിൽ ചെയ്യുന്ന, കറക്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ദൂത്, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ എങ്ങനെയോ ഉൾക്കൊള്ളാൻ കഴിയാതെ പോവുകയാണ്. Holy Spirit, we have anointing, and anointing will give advice. The anointing of Holy Spirit will instruct us, correct us. But what happened in our life where we failed is that with the anointing we do ministry, we preach, we worship, and we praise God. With the anointing we do all those things. But when the Holy Spirit, with the anointing, when the Holy Spirit instructs us, corrects us, rebukes us, we are not ready to accept it. That is what something went wrong in our life. Praise the Lord. ആത്മാവ് പറയും, നീ പറഞ്ഞതൊന്നും ശരിയല്ല. പരിശുദ്ധാത്മാവ് പറയും, നീ ഭാര്യയോ എന്ത് ചെയ്യണം, അല്പം കൂടെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവ് പറയും, ഭാര്യയോട് പറയും, നീ മര്യാദയ്ക്ക് ദൈവസന്നിധി എന്ത് ചെയ്യണം, ഭർത്താവിനെ എങ്ങനിട്ട് ബഹളം വെക്കരുത്, ഉപദ്രവിക്കരുത്. ആമേൻ സ്തോത്രം. ആമേൻ കീഴടങ്ങണം. യഥാർത്ഥ ദൈവാത്മാവിൻ്റെ പ്രത്യേകത ആമേൻ സ്തോത്രം ഇങ്ങനെ നിത്യതയിലോട്ട് മാത്രമല്ല ഇത് ഉപദേശിക്കും. ആമേൻ എല്ലാ ഏരിയയിലും, മക്കളുള്ള ബന്ധത്തിൽ, പേരങ്ങിനുള്ള ബന്ധത്തിൽ, ആമേൻ ഫാമിലി ലൈഫുള്ള ബന്ധത്തിൽ, എവിടെയെങ്കിലും പിശാച് അകത്ത് കയറുന്നുണ്ടെങ്കിൽ, ദുഷ്ടാത്മാവ് റൂൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ആമേൻ യഥാർത്ഥ അഭിഷേകം ഉണ്ടെങ്കിൽ പറയും. അഭിഷേകം ഉണ്ടെങ്കിൽ എല്ലാം നന്നായി നടക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ നടക്കും, ആമേൻ കുഞ്ഞുങ്ങളുടെ കാര്യം നടക്കും. ഇതിനെല്ലാം എന്തോ വേണം, തിയറി പഠിച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ ആത്മാവ് ഉണ്ടെങ്കിൽ പറയും, ബോധം വരും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഇപ്പോൾ നമ്മൾ പുള്ളിക്കിട്ട് തട്ടിട്ട് പറയും, എണ്ണിച്ചെന്തോന്ന് വെച്ചാൽ ഉണ്ടാക്കി ഞാൻ കിടക്കാൻ പോവാ. സ്തോത്രഹല്ലേലൂയ. ആമേൻ അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു 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 ബോധ്യമുണ്ട്. സഭായോഗം 10:30 തുടങ്ങും. ആമേൻ 10:30 എന്ത് ചെയ്യണം, 10:30 എന്ത് ചെയ്യണം, ഇവിടെ എത്തണം. അതുകൊണ്ട് പലരും ഈ അഭിഷേകം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, 10:30 വരെ കിടന്ന് എന്ത് ചെയ്യും, ഉറങ്ങും. ഉറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇംഗ്ലീഷ് സർവീസിൽ അതൊക്കെ കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കഴിയുമ്പോൾ മെസ്സേജിൻ്റെ സമയത്ത് ഇന്ന് ചൂടായിട്ട് ഇത്രയും പേര് വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു അഭിഷേകമൊന്നും പോയിട്ടില്ല. ഇപ്പോൾ വരാത്തൊരു വിചാരിക്കും ഞങ്ങളെ ഉദ്ദേശിച്ചില്ല, നിങ്ങൾക്കും അഭിഷേകം ഉണ്ട്. സ്തോത്രം. അപ്പോൾ ഞാൻ പറയേണ്ട കാര്യം, എല്ലാ മേഖലകളിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അമിസ്വരം എല്ലാം അടുക്കും ചിട്ടയുമായി. നിങ്ങൾ എവിടെയെങ്കിലും ഉദാസീനതയോടെ ഇരുന്നാൽ യഥാർത്ഥ ആത്മാവുണ്ട് പറയും, നീ കാണിക്കുന്നത് ഒന്നുമല്ലെങ്കിൽ വചനമെടുത്ത് ബൈബിളെടുത്ത് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ആത്മാവ് പറയും, നീ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ആദ്യം പോയി സോറി പറ, ആദ്യം പോയി ശരിയാക്ക്. ഈ എക്സ്ട്രീം സ്പിരിച്വാലിറ്റി അപകടമാണ് കേട്ടോ. ഈ ചിലരെ കൊണ്ട് ഈ ആത്മാവ് കൊണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ഒരു കാര്യവും ചെയ്യത്തില്ല. എല്ലാവരോടും പറയും, നിങ്ങളെന്താ വെച്ചാൽ ഓർഡർ ചെയ്യുകയോ കഴിക്കുകയോ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇരിക്കുക. അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഇനി കുക്ക് ചെയ്താൽ മണം വരാതിരിക്കാൻ ഡോറോട് എന്ത് ചെയ്യും, അടച്ചിട്ട് പറയും, എന്നെ എന്ത് ചെയ്യില്ല, വിളിക്കരുത്. പിള്ളേരോട് പറയും, ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക, എന്നെ എന്ത് ചെയ്യില്ല. ഇത് ഭയങ്കര അപകടമാണ്. സ്തോത്രം. യഥാർത്ഥ അഭിഷേകം ഉണ്ടെങ്കിൽ, യഥാർത്ഥ ആത്മാവുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ബോധം വരും. നിനക്ക് ഭർത്താവുണ്ട്, നിനക്ക് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ വരുന്ന സമയം 3:30 വിശന്ന് വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, ആഹാരം കൊടുക്കണം. വൈകിട്ട് കുടുംബ പ്രാർത്ഥന ഇരിക്കണം. ക്ഷീണിച്ച് വരുന്ന ഭർത്താവ് വരുമ്പോൾ അദ്ദേഹത്തിന് ഫുഡ് വേണം. തിരിച്ചാണെങ്കിൽ ഭാര്യ കഴിഞ്ഞ് വരുമ്പോൾ യഥാർത്ഥ അഭിഷേകം കൊണ്ട് പറയും, കഷ്ടപ്പെട്ടിട്ട് വരികയാ, എന്തേലും എന്ത് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ എന്തു വേണം, നമ്മൾ ഈ അഭിഷേകം കൊണ്ട് ഞായറാഴ്ച വന്നിട്ട് അലക്കുമായിരുന്നു, ആരാധിച്ച് ശാസിച്ച് ഫലിസിച്ച് ബന്ധിച്ചിട്ട് വീട്ടിൽ പോവും. പിന്നെ അഭിഷേകം ഉപദേശിക്കത്തേ ഇല്ല. അഭിഷേകം ഒന്നും. അപ്പം ചിലരൊക്കെ ഭർത്താക്കാവിനെ വിളിക്കുന്ന വിളി കേട്ടാൽ നമ്മളൊക്കെ ഞെട്ടിപ്പോവും. ആദ്യമൊക്കെ അച്ഛാന്നൊക്കെ വിളിക്കും, രണ്ടാമത് അച്ഛായുടെ സ്റ്റൈലൊക്കെ എന്ത് ചെയ്യും, മാറും. പിന്നീട് ഒരു ഒറ്റ വിളിയാ. ആ വിളിക്കണ അച്ഛൻ എന്ത് ചെയ്യും, ചുരുണ്ട് കൂടി എന്ത് ചെയ്യും. Holy Spirit will lead us in the right way. If we have anointing, if we have, listen carefully, if we have anointing, Holy Spirit will lead us in the right way. It will set our life in an orderly pattern. We will be leading a responsible life. We will not walk away from the responsibilities of our family. We will take care of our wife. We will take care of our children. We will take care of our husband. We will be obedient to the Holy Spirit and will be responsible for all the chores in our life, all the chores in our family, all those things. We will not say that I am spiritual, I have to separate my time in prayer and I will not take this responsibility
responsibilities in the house, we will not close our doors and walk away from those. If you have anointing, Holy Spirit will tell you what you are doing is not right. It is wrong. These people are entrusted to you. You have to take care of them, and you are responsible for them. So when Holy Spirit is in our life, we have that anointing. It is not just to worship, it is not just to praise and worship God. It will also correct us and set our life in the right path. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരയോർത്ത് കർത്താവിന് മഹത്വം കൊടുത്താൽ. ഇപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾക്കാണേലും അഭിഷേകം വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അപ്പനും അമ്മയും എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? ഈ അഭിഷേകം ഉണ്ടെങ്കിൽ ഇവരോടും പറയും. ഈ അപ്പനും അമ്മയും അടുക്കള കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, അല്ലെ ഹൂറ് കഴിക്കാനുണ്ട്, തുണിയൊക്കെ മടക്കാനുണ്ട്, ഇതൊക്കെ കാണുമ്പോൾ ഈ യഥാർത്ഥ ആത്മാവ് ഉണ്ടെങ്കിൽ പറയും, എടി കൊച്ചെ എണീച്ച് വന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്ക്, മടക്കി വെക്കുന്നൊക്കെ പറയും. ഇതിന് സത്യല്ലയോ? അതോ അഭിഷേകം ഇങ്ങനെ നിത്യതയിലോട്ട് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ? അഭിഷേകം ഉപദേശിക്കുന്ന അഭിഷേകമാണ്. സംസാരിക്കണം. ഭവനത്തിന് സന്തോഷം കെട്ടുപോകാൻ ആത്മാവ് ആഗ്രഹിക്കുന്നില്ല. കുടുംബജീവിതത്തിലെ സന്തോഷം കെട്ടുപോകാൻ ആത്മാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ അഭിഷേകം നിന്നെ ഒന്നുകൂടെ ആവർത്തിച്ചവരുടെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നതല്ല, നിന്നെ ഉപദേശിക്കുന്നതാണ്. ഫാമിലി ലൈഫിലായിക്കോട്ടെ, നിങ്ങളുടെ ആത്മജീവിതത്തിലായിക്കോട്ടെ, വളരെ നന്നായി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് പോലും അറിയാത്ത വിധത്തിൽ നിങ്ങളുടെ അപ്പനും അമ്മയും അത്ഭുതം കൂറുമാര്, ദൈവസഭ അത്ഭുതം കൂറുമാര് നിങ്ങളെ ഡിവൈൻ ക്യാരക്ടറിലോട്ട് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് യഥാർത്ഥ അഭിഷേകം. അതാണ് ദൈവസഭ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമക്കൾ പ്രാപിക്കേണ്ടത്, യൗവനക്കാർ പ്രാപിക്കേണ്ടത്. ഇത് വെറും ചുമ്മാതിരിക്കുന്നതല്ല. പ്രാപിച്ച അഭിഷേകം നിങ്ങളെ ഉപദേശിക്കും. Children, listen carefully. When we say that all of you need to be anointed by the power of Holy Spirit, the anointing is not just to speak in tongues. The anointing will instruct you. The anointing will advise you. The anointing will correct you. The anointing will set your life in the right path. So you will see those changes in your family life, in the relationship with your parents, in the relationship with husband and wife. You will see those changes. Holy Spirit will remind you of your responsibilities. When your parents are struggling, when your parents are working, when your parents are doing their household works, Holy Spirit will remind you, go help them, do this for them. Holy Spirit will remind you, advise you of your responsibilities. That is why you need the anointing of Holy Spirit. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. അമ്മിസതുപോലെ അമ്മിസറിയ ആൻറ്റിക്ക് ഭയങ്കര ആത്മനിറവാണ്, അഭിഷേകമാണ്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാലും പാസ്റ്റർ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരത്തുള്ളൂ. ഭയങ്കര അഭിഷേകം. പക്ഷെങ്കിൽ അച്ചാൻ്റെ ഇതുവരെ വിശ്വാസത്തിൽ വന്നിട്ടില്ല. അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു, റിസീവർ, പണ്ടത്തെ ഫോൺ റിസീവർ കഴുത്തെ കൂടെ ചുറ്റി അവിടെ അടുത്ത സഹോദരിയെ വിളിച്ചിട്ട് കൈയിട്ട് ഭയങ്കര അന്യഭാഷ, ഭയങ്കര ആരാധന. അപ്പം അച്ചാൻ ജോലി ഇങ്ങോട്ട് കഴിഞ്ഞ് വന്ന് ഡോർ അങ്ങോട്ട് തുറന്നതേ ഉള്ളൂ. അമ്മാമ്മ ഇങ്ങോട്ട് പോ വിശാചെന്ന് പറഞ്ഞ് ഒരൊറ്റ ശാസന അച്ചാൻ ഇങ്ങോട്ട് വന്ന് റിസീവറും പൊട്ടിച്ച് കുനിച്ച് നിർത്തി നല്ല 2 ഇടി എന്ത് ചെയ്തു എന്നിട്ട് പറഞ്ഞ് അച്ചാന് വേണ്ടി എന്ത് ചെയ്യണം? കാരണം അഭിഷേകം ഉണ്ടെങ്കിൽ അറിയാം ആരെ കഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞ കഞ്ഞി വെക്കത്തില്ല, കറി വെക്കത്തില്ല, വീട്ടിലൊരു കാര്യം നോക്കത്തില്ലെങ്കിൽ ഓർത്തോണം, അപകടമാണ്. ഇത് യഥാർത്ഥ അഭിഷേകമേ അല്ല. യഥാർത്ഥ അഭിഷേകം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ്. അത് എല്ലാ മേഖലയിലും നമുക്ക് പലരുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. ഭാഷ ഇച്ചിലൂടെ അതങ്ങ് പറയാനെന്ന് ഞാൻ അവിടെ നിർത്തുകയാണ്. സ്തോത്രം. ഞാൻ പറയേണ്ട സാരം ആ 28 വായിച്ച് നമുക്ക് പെട്ടെന്ന് നിർത്താം. 28 വായിച്ച് 27 അവസാനം അവനിൽ വസിപ്പിൻ, ഈ അഭിഷേകത്തിൽ വസിപ്പിൻ. 28 പറയുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷത നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് ഇന്ന് പകൽക്കാലം പ്രിയരേ, നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. അവൻ്റെ വരവിൽ അവൻ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മ നിന്നെ ഉപദേശിക്കും, അഭിഷേകം നിന്നെ ഉപദേശിക്കും. ആ ഉപദേശം അവൻ ചിലപ്പം വിലക്കായിരിക്കും, ആ ഉപദേശങ്ങളിൽ സമ്മതിക്കാതിരിക്കും. പക്ഷെ അത് ദൈവാത്മാവിന്റെ ആണെങ്കിൽ, നീ സന്തോഷത്തോടെ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ അവന്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതെ അവനോടൊപ്പമായിരിക്കാൻ കർത്താവ് കൃപ പകരും. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ആത്മാവിനെ അനുസരിച്ച് നടക്കണം, അഭിഷേകത്തെ അനുസരിച്ച് നടക്കണം. അത് നിന്നെ നേർവഴിക്ക് നടത്തും. അത് നിന്റെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. നടക്കേണ്ടുന്ന വഴി എല്ലാ വഴിയുമല്ല നടക്കേണ്ടുന്ന വഴി കുഞ്ഞേ നിനക്ക്
നിനക്ക് പറഞ്ഞു തരാം. യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ഉപദേശം, പരിശുദ്ധാത്മാവിന്റെ ബുദ്ധി ഉപദേശം ജനത്തിന്റെ കാതുകളിൽ തുറന്നു വരട്ടെ, അത് കേൾക്കട്ടെ. Let the power of Holy Spirit open the ears of those who are listening to this. Let the power of Holy Spirit open the ear. We should listen to the Holy Spirit. We should obey the Holy Spirit. We should abide in Spirit. If we obey the Holy Spirit, when Holy Spirit forbids us and abides in Him, then He will ensure that we are taken with Him when He comes. Where we will have confidence to go into His presence. We will not be ashamed when He is coming. So listen carefully. Holy Spirit will instruct you, will advise you, will correct you. And when Holy Spirit is correcting, please open your ears before the presence of Holy Spirit. Please surrender. Holy Spirit will remind you of your responsibilities. Holy Spirit will remind you of the right path in which you should go. It will forbid you from going into certain paths which seems right in your eyes. But when Holy Spirit is forbidding you, please surrender before the Holy Spirit and say that, God, here I am to walk in the way you choose. You show me. Here I am surrendering for your instruction, Father. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് Hallelujah. ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ. Let's all pray together. ആമേൻ. അത് നിന്റെ സ്പിരിച്വൽ ലൈഫിനുള്ള ഉപദേശമുണ്ട്, നിങ്ങളുടെ ആമേൻ ഫാമിലി ലൈഫിനുള്ളതുണ്ട്, പേരൻറ്റിങ്ങിനുള്ളതുണ്ട്, എല്ലാം ആരും ഉപദേശിക്കേണ്ട കേട്ടോ, ആരും ഉപദേശിക്കേണ്ട. നിങ്ങളെ നന്നായിട്ട് വഴി കടത്താൻ കർത്താവ് ശക്തനാകയാൽ അതേ വരത്തിലൊക്കെ ഏൽപ്പിച്ച് പോകേണ്ടുന്ന വഴി കാണിച്ചു തരാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൃഷ്ടി വെച്ച് ആലോചന പറയുമെന്ന് ഇത്ര ഗ്യാരണ്ടി ദൈവം നൽകി തന്നെങ്കിൽ കുഞ്ഞെ നീ അകന്നു പോകല്ലേ, നീ ഉപേക്ഷിക്കല്ലേ, ഈ സാന്നിധ്യം ഉപേക്ഷിക്കരുത്. ചില ഒരു പക്ഷെങ്കിൽ ഇഷ്ടപ്പെടാതെ വരും, ഒരു പക്ഷെങ്കിൽ ഉൾക്കൊള്ളാതെ വരും, എങ്കിലും ആത്മാവ് നിന്നെ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ നാശത്തിലോട്ട് എത്തിക്കത്തില്ല, ആത്മാവ് നിന്നെ തകർക്കത്തില്ല, അവൻ നിന്നെ നടത്തി നിത്യത്തിലെത്തിക്കത്തേ ഉള്ളൂ. ആ ദൈവങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ആദരം തുറന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ആത്മാവിനെ അനുസരിപ്പാൻ ഞാൻ പ്രാപിച്ച അഭിഷേകം ഉപദേശിച്ചത് പലപ്പോഴും ഞാൻ കേട്ടിട്ടില്ല, ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട്, പലപ്പോഴും വിലക്കിയെങ്കിലും ഞാനത് അനുസരിക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ക്ഷമിക്കണമേ എന്ന് ഒരു വാക്കെല്ലാവരും പ്രാർത്ഥിച്ചേ. Let's all open our mouth and pray together. God, many a times while it was forbidden, I did not listen to it. Lord, many a times while I was not allowed, I did not listen to it. Lord, forgive me, Father. Please be assured that Holy Spirit, when He forbids, He has a plan and purpose, a greater plan and purpose for your life. He has kept something in store for your life. He is not forbidding it for destruction. It is not for destruction. It is to save your life so that you will enter eternity. You will reach the presence of God and you will be used in mighty ways. Let's open our mouth and pray. Hallelujah. God, please forgive me. You, Lord. I did not understand why you forbid me. I did not understand why you are not allowing this. But God, please forgive me and help me understand your purposes in my life. പിതാവേ, ഞങ്ങളുടെ ബലമുള്ള കരച്ചിൽ ഏൽപ്പിക്കുക, ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുക. ഈ ലോകം ഞങ്ങളെ വീട്ടിലെത്തിക്കത്തില്ല, ഈ പാപം ഞങ്ങളെ സ്വന്തം വീട്ടിലെത്തിക്കത്തില്ല. ഇതിവിടെ ഞങ്ങളെ ബന്ധിച്ച് കളയുന്നാൽ പോകേണ്ടുന്ന വഴി കാണിച്ചു തന്ന് ദൃഷ്ടി വെച്ച് ആലോചന പറയുന്ന എൻ്റെ കർത്താവേ, അങ്ങയുടെ കരുസഭയെ അടിയനെ കുടുംബത്തെ തലമുറകളെ ഏൽപ്പിക്കുന്നു. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടപ്പാൻ അങ്ങ് വിലക്കുമ്പോൾ, അങ്ങ് സമ്മതിക്കാതിരിക്കുമ്പോൾ, മറുചോദ്യം ചോദിക്കാതെ, എന്തേന്ന് ചോദിക്കാതെ അതിന് കീഴ്പ്പെട്ടിരുന്ന് പിന്നത്തേതിൽ മഹത്വത്തിലോട്ട് നയിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രവർത്തി കാണുവാൻ ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു. അഭിഷേകത്തിന്റെ ഉപദേശം തലമുറകൾ കേൾക്കട്ടെ, അഭിഷേകത്തിന്റെ ഉപദേശം ദൈവജനം അനുഭവിക്കട്ടെ. പ്രാർത്ഥിച്ച നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ അമ്മ കര ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും